സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമുക്ക് 4800 രൂപയുടെ ധനസഹായമായിരിക്കും എത്തിച്ചേരുക. ഏപ്രിൽ മാസം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള 1600. ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷ ആരംഭം, അതോടൊപ്പം തന്നെ വിവിധ പുണ്യദിനങ്ങൾ, ഈ ആഘോഷ ദിവസങ്ങളൊക്കെ അനുബന്ധിച്ച് വിതരണം നേരത്തെ ഉണ്ടാകും. അതിലൊരു ഗഡു കുടിശ്ശികയും അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തിൽ ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു വിഹിതവും. അങ്ങനെയാണ് 4800 രൂപ മാർച്ച് ഏപ്രിൽ മാസങ്ങളുടെ കൈകളിലേക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും നൽകുന്നത്. 62 ലക്ഷത്തോളം ആളുകളൊക്കെയാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്നത്. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരുണ്ട്, അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരുമുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് ആനുകൂല്യങ്ങളും, അതായത് പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഉയർത്തുമെന്ന് പ്രഖ്യാപനവും ഈ സമയത്ത് സർക്കാർ നടത്തുന്നുണ്ട്. ഏതു മാസം മുതലാണ് തുക വർധനവ് എന്നുള്ള കാര്യം തീരുമാനമായിട്ടില്ല. നിലവിൽ കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നത് പ്രത്യേകിച്ച് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ ഉൾപ്പെടെയുള്ള ബോർഡുകളിൽ ഒരുപാട് നാളത്തെ 14 മാസത്തിന് മുകളിൽ ആനുകൂല്യങ്ങൾ കുടിശ്ശികയുണ്ട്. ഇതെല്ലാം തന്നെ വീട്ടുമെന്നുള്ള പ്രധാന അറിയിപ്പ് സർക്കാർ ഈ സമയത്ത് അറിയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ. ആയുഷ്മാൻ ഭാരത് ഭയബന്ധന കാർഡ് വഴി 5 ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ്, വ്യക്തിഗത ചികിത്സാ സഹായമാണ് ഇവിടെ നൽകുന്നത്. ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായി സാധിക്കും. ഇനി സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ സ്കീമുകൾ എടുത്തിട്ടുള്ളവർക്ക് ആ സ്കീം തുടരണമെങ്കിൽ അത് തുടരാം, അല്ലെങ്കിൽ ഈ സ്കീമിലേക്ക് ചേരുവാൻ താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ചേരുന്നതിനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഈ സ്കീമിലെ ചികിത്സാ പദ്ധതികൾ അല്ലെങ്കിൽ ചികിത്സാ സഹായ വിതരണം ഇതുവരെ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാർ തമ്മിലുള്ള ചർച്ച ഇതിനൊരു പ്രധാന കാരണമാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിന്റെ ചികിത്സാ സൗകര്യങ്ങൾ, ചികിത്സാ സഹായങ്ങൾ എല്ലാം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 5 ലക്ഷം രൂപ വരെയാണ് പരമാവധി ഒരു വർഷം ലഭിക്കുക. തൊട്ടടുത്ത വർഷം ഇത് പരമാവധി ടോപ്പൊക്കെ ചെയ്യുന്ന രീതിയിലാണ് വീണ്ടും 5 ലക്ഷം രൂപ അക്കൗണ്ടിലേക്കൊക്കെ എത്തിച്ചേരുന്നു. വീണ്ടും ആ തുക ഉപയോഗിച്ച് ചികിത്സ തേടുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന സമയം മുതൽ ഡിസ്ചാർജ് വരെയുള്ള വിവിധ ചെലവുകൾ ശസ്ത്രക്രിയ ഉൾപ്പെടെയാണ് എല്ലാം തന്നെ ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ ക്ലെയിം ചെയ്യുന്നതിനായി സാധിക്കും. റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അപേക്ഷ വെക്കുവാൻ സാധിക്കുന്ന ഒരു സ്കീം കൂടിയാണിത്. ഈ കാർഡ് എടുത്തു വെക്കാത്തവർ ഈ കാർഡ് എടുത്തു വെക്കുക. സ്വകാര്യ ആശുപത്രികൾ പരമാവധി ഈ കാർഡിനോട് വിമുക്തികത കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ആശുപത്രികൾ ഇതിനുള്ള ആനുകൂല്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടാകും. മൂന്നാമത്തെ മറ്റൊരു പ്രധാന അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് തൊഴിൽ കാർഡ് എടുത്തിട്ടുള്ള വ്യക്തികൾക്ക് 10 ലക്ഷം വരെ ലഭിക്കുന്ന മൾട്ടി ക്ലബ്ബ് ജോബ് ക്ലബ്ബ് എന്ന് പറയുന്ന സ്കീമുണ്ട്. 2 ലക്ഷം രൂപ വരെ പരമാവധി അല്ലെങ്കിൽ